ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു നോർമൽ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഒരു 10 മണി മുതൽ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം എന്നെക്കൊണ്ട് കഴിയുന്ന പോലെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടുണ്ടേനു. ഇപ്പോൾ നമ്മളെടുക്കാൻ പോകണമെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. സംഭവം ഇക്കാൻ്റെ വർക്ക് ഇപ്പോൾ ഏകദേശം എൻ്റെ വീടിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത്. അപ്പോൾ രാവിലെ എണീറ്റ് ഇക്കാൻ്റെ വീട്ടിലത്തെ അടിച്ചിട്ട് തുടക്കലെല്ലാം കഴിഞ്ഞിട്ട് ഞാനൊക്കെ ഒരുമിച്ച് അങ്ങനെ പോവലാണ്. എന്നിട്ട് ഇക്ക വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഇക്കാനെ ഇറക്കിയിട്ട് പിന്നെ ഞാൻ അവിടുന്ന് എൻ്റെ വീട്ടിലേക്ക് നേരെ പോവാണ് ചെയ്യൽ. അങ്ങനെ ഇക്കല്ലാത്ത ടൈമിൽ ഇക്കാൻ്റെ വീട്ടിൽ ഞാൻ അങ്ങനെ നിൽക്കലില്ല. അതെന്താണ് എന്നുള്ളതൊക്കെ ഞാൻ പിന്നെ ഇങ്ങനെ ഓരോ വ്ളോഗിൽ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഇക്കാനെ വർക്ക് ചെയ്യണ ആ ഒരു ഷോപ്പിക്ക് ആക്കി കൊടുത്തിട്ട് ഞാൻ പിന്നെ നേരെ അവിടുന്ന് എൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ഏകദേശം ഒരു 2 കിലോമീറ്ററൊക്കെ ഉള്ളു കേട്ടോ എൻ്റെ വീട്ടിലേക്ക്. അങ്ങനെ ഇതാ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. കയറിനോടത്ത് തന്നെ കുറേ ലവ് ബേർഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എൻ്റെ വീട്ടിൽ. അപ്പോൾ ഇടയ്ക്കൊക്കെ ഞാനിങ്ങനെ അനലൈസ് ചെയ്യലുണ്ട്. ഇപ്പോൾ ഇതാ പുതിയതായിട്ട് ബ്ലൂ, അതുപോലെ തന്നെ ഗ്രീന്, യെല്ലോ ഒക്കെ വന്നിട്ടുണ്ട്. ഇതുകൊണ്ട് ആദ്യം വൈറ്റ് മാത്രം ഉള്ളതിന് കേട്ടോ. പിന്നെ ഇപ്പുറത്തെ കൂട്ടിലാണെങ്കിൽ ഇതുപോലെ ചെറിയൊരു സൈസ് വേറെ എന്തോ ഒരു കിളിയും കൂടി ഉണ്ട്. സംഗതി അതിൻ്റെ പേര് എനിക്കറിയില്ല. അത് ഭയങ്കര ക്യൂട്ടാണ്, കുഞ്ഞു കിളിയാണ് കേട്ടോ. അങ്ങനെ പിന്നെ വീട്ടിലെത്തിയിട്ട് ഞാൻ റീസെൻ്റ്ലി എപ്പോഴും എൻ്റെ കൈ കൊണ്ടെടുക്കുന്ന ഒരു സാധനം ഞാൻ കാണിച്ചു തരാം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇതിൻ്റെ ഒരു ഷെയ്ഡ്. ഇത് മാസിൻ്റെ ലിപ്സ്റ്റിക്കാണ്. ഷെയ്ഡ് വരുന്നത് 08 ആണ് കേട്ടോ. എല്ലാ സ്കിൻ ടൈപ്പിനും, അതായത് സ്കിൻ കളറിനും ചേരുന്ന ഒരു കളറായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ വീട്ടിലെത്തിയിട്ട് ഇത് സംഭവം ഇന്നലെ ഞാൻ വാങ്ങിയതിന് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരാമെന്ന് വിചാരിച്ചു. കാരണം അവിടെ വെച്ചാൽ ഇക്കാൻ്റെ വീട്ടിൽ വെച്ചാൽ ആരും കഴിക്കൊന്നുമില്ല. അതുപോലെ റോബസ്റ്റ് പഴം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് വെറുതെ കേടേണ്ട. ഇപ്പോൾ തന്നെ പഴത്തിൻ്റെ പകുതിയോളം പണി കഴിയാനായിക്കണു. അങ്ങനെ പിന്നെ എല്ലാവരും കൂടെ അത് കഴിച്ച് ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ മുളക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഉമ്മൻ്റെ അടുത്തേക്ക്. എന്നിട്ട് അതിൻ്റെ നെറ്റി കളഞ്ഞു കൊടുക്കുമോ ചോദിച്ചിട്ട് സംഭവം അങ്ങനെ നെറ്റി സെപ്പറേറ്റ് ചെയ്ത് വെച്ചാൽ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ മുളക് കുറേ കാലം ഇങ്ങനെ ചെയ്യാണ്ട് കേടരാണ്ട് നിൽക്കുമെന്നാണ് ഉമ്മ പറഞ്ഞത്. അങ്ങനെ പിന്നെ ഉമ്മക്ക് അതെല്ലാം റെഡിയാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഞാനാണെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഇരുന്നിട്ടുള്ള എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ ഫോൺ ഓൺ ആക്കിയിട്ടാണ് ചെയ്യട്ടോ. അപ്പോൾ വർക്ക് ചെയ്യണത് അറിയില്ല, അങ്ങനെ പോയിക്കോളും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇന്ന് മത്തനില താളിക്കാന്ന് കേട്ടോ ഉമ്മ പറഞ്ഞത്. അങ്ങനെ ഇലയൊക്കെ ജസ്റ്റ് ക്ലീൻ ചെയ്ത് അങ്ങനെ കൊടുത്തു കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വെറുതെ കുറച്ച് നേരം ഇങ്ങനെ ഫോണുമ്മ കളിച്ച് ഇങ്ങനെ ഇരുന്നപ്പോഴാണ് കസിന് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് തരുമോ, ഫോണും കൊണ്ടൊന്ന് വരുമോ എന്ന് ചോദിച്ചിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഓളോടക്ക് പോകാമെന്ന് വിചാരിച്ചു. ഓളോടക്ക് കുറേ ഒന്നും പോകാനില്ല, ഏകദേശം ഒരിത്തിരി പോകാനുള്ളൂ കേട്ടോ. പക്ഷേ വണ്ടി ഉണ്ടെങ്കിലാണെങ്കിൽ നടക്കാൻ ഭയങ്കര മടിയാണ്. മാത്രമല്ല നല്ല വെയിലുമാണ് കേട്ടോ. അങ്ങനെ ഇന്നെ കസിൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ട് ഞാൻ വിചാരിച്ച ആദ്യം ഓൾക്ക് സ്കൂളിലേക്കുള്ള എന്തെങ്കിലും പ്രൊജക്റ്റ് അങ്ങനെ എന്തെങ്കിലും ഷൂട്ട് ചെയ്യാനാണോ വിചാരിച്ചു. ഓളെ വീട്ടിലേക്ക് ചെന്നപ്പോൾ തന്നെ TV ഒക്കെ വെറുതെ ഓണാക്കി വെച്ചിട്ടുണ്ട്. അതിനാരും കാണുന്നില്ലേന് കേട്ടോ. പോയപ്പോഴാണെങ്കിൽ അവിടെ ഫാഷൻ പരേഡ് പോലെ ഇങ്ങനെ സാരിയൊക്കെ എടുത്ത് ഇങ്ങനെ കളിക്കുന്നുണ്ടായിന്. സംഭവം എന്തോ റീല് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചിന് എന്തോ പ്രൊജക്റ്റ് എന്തോ ഷൂട്ട് ചെയ്യാനാ വെച്ചിട്ട് ഓളെ വിളിച്ചപ്പോൾ തന്നെ പോയിട്ടുണ്ടായിനി. അവിടെ പോയിട്ട് ഓളെ സാരി എടുത്തുള്ള നിപ്പ് കണ്ടപ്പോൾ ശരിക്കും ദേഷ്യം വന്നിട്ടുണ്ടായിനി. എന്നാലും ഓക്ക് ഞാൻ വീഡിയോ ഒക്കെ എടുത്തു കൊടുത്തു കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ച് നോക്കുമ്പോൾ നല്ല മഴ ഉണ്ടായിരുന്നു. അങ്ങനെ മഴ ഒന്ന് കുറഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ വീട്ടിലേക്ക് തന്നെ പോയിട്ടോ. സംഭവം ഇക്കാക്കുള്ള ഫുഡ് ഉച്ചക്ക് ഞാൻ ഇവിടുന്ന് എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടു കൊടുക്കുകയാണ് ചെയ്യൽ. ഷോപ്പിൽ അവർക്ക് ഫുഡ് ഉണ്ടാവും, പക്ഷേ അത് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന പോലെ കുറേ കറികളും അങ്ങനെയൊന്നും ഉണ്ടാവില്ല. എന്തെങ്കിലും ഒരു കറി ഉണ്ടാവും, അത് കൂട്ടി കഴിക്കേണ്ടി വരും. അപ്പോൾ നമ്മളിങ്ങനെ കുറേ കറിയും ഇതൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ നമുക്കൊരു ഇടുങ്ങാറല്ലേ. അങ്ങനെ ഞാൻ ഇങ്ങനെ ഫുഡെല്ലാം ഉച്ചക്ക് ഞാനിങ്ങനെ കൊണ്ടു കൊടുക്കാനിട്ട് ചെയ്യൽ. സംഭവം മത്തിയൊന്നും ഇക്ക തിന്നൂല, എന്നാലും വെറുതെ വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ ഫുഡെല്ലാം ഞാൻ പാക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇക്കാക്ക് ഇങ്ങനത്തെ ചെറുമീനൊന്നും ഇഷ്ടമില്ല, പക്ഷേ എനിക്കാണെങ്കിൽ അങ്ങനത്തെ മീനെല്ലാം ഇഷ്ടമാണ്. അങ്ങനെ പിന്നെ ഞാൻ ഇക്കാക്ക് ഫുഡെല്ലാം കൊണ്ടു കൊടുത്തിട്ട് വീട്ടിൽ വന്നിട്ട് പിന്നെ ഞാൻ ഫുഡ് കഴിക്കായിരുന്നു കേട്ടോ. ഇന്നത്തെ എല്ലാ സാധനവും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മത്തയില താളിച്ചത്, അതേപോലെ തന്നെ മത്തിയാണെങ്കിൽ ഞാൻ ചാവും കൈസ്, അത്രക്കും എനിക്കിഷ്ടമാണ്. പിന്നെ എണ്ണിത്തണ്ടും മുതിരയും ഉപ്പേരി പിന്നെ അച്ചാറുണ്ടായിനി.
ഇണ്ണിത്തണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില നാട്ടിൽ വാഴപ്പിണ്ടി എന്നൊക്കെ പറയും തോന്നുന്നുണ്ട് ആ സംഭവം തന്നെ. അങ്ങനെ ഫുഡ് കഴിക്കലെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ഒരു അനാറുണ്ടായിനി അതും കൂടെ എടുത്ത് കഴിച്ചിട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുറച്ച് നേരം കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചു. കാരണം എൻ്റെ വീട്ടിൽ വന്നാലാണ് എനിക്കിങ്ങനെ ഉറക്കമൊക്കെ ഉണ്ടാവുക കേട്ടോ. കാരണം ഇക്ക ലീവുള്ള ദിവസമൊക്കെ ആണെങ്കിൽ ഇക്കാൻ്റെ വീട്ടിലൊക്കെ ആണെങ്കിൽ ഇക്ക ലീവ് ഉണ്ടാകുമ്പോൾ മാത്രമേ ഞാൻ ഇക്കാൻ്റെ വീട്ടിൽ അങ്ങനെ നിൽക്കലുള്ളൂ. അപ്പം ഇക്കാൻ്റെ ഒപ്പമൊക്കെ ആണെങ്കിൽ ഞാനങ്ങനെ ഉറങ്ങുന്നില്ല, ഇങ്ങനെ വിള സംസാരിച്ചുകൊണ്ട് ഇക്കാനെ ഉറങ്ങാനേക്കില്ല, ഞാൻ ഉറങ്ങൂല്ല, അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കട്ടോ. പിന്നെ ഉറങ്ങി വെച്ചിട്ട് ജസ്റ്റ് ബെഡൊക്കെ ശരിയാക്കിയിട്ട് ഒരു സ്ഥലം വരെ പോവാണ്ടേനി, നമുക്ക് അമ്മയുടെ ഷോപ്പൊക്കെ ഒന്ന് പോവാണ്ടേനി കേട്ടോ. അവിടെ ഒരു കൂളർ ഓരോ കമ്പനിക്കാരെടുത്തുകൊണ്ടാൻ വേണ്ടിയിട്ട് വന്നതേനി. അപ്പോൾ നിങ്ങൾ വിചാരിക്കും നിങ്ങൾക്ക് ഷോപ്പ് ഉണ്ടായിട്ടും എന്തിനാണ് ഹസ്ബൻഡ് വേറെ ഷോപ്പിൽ പോയി വർക്ക് ചെയ്യുന്നതെന്നുള്ളത്. സംഭവം ഇപ്പോൾ താൽക്കാലികമായിട്ട് കയറിയതാണ്. ഹസ്ബൻഡിന് അതായത് ഇക്കാക്ക് ഒരു സർജറി ഒക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ സർജറി എന്ന് വെച്ചാൽ വലിയ സർജറി ഒന്നും അല്ല, ഒരു ചെറിയ സർജറി ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഷോപ്പ് ആക്കാൻ പോലെ തുറക്കാമെന്ന് വിചാരിച്ചു. ഏതായാലും ഷോപ്പിൽ പോയതല്ലേ എന്ന് വിചാരിച്ചിട്ട് 2 ഐസ്ക്രീമൊക്കെ എടുത്ത് കഴിച്ചിട്ടുണ്ടായിന് കേട്ടോ. കസിനും ഉണ്ടായിന് കൂടെ. പിന്നെ ആ കാണുന്ന വീട് നമ്മൾ റെൻറ്റിന് താമസിച്ച വീടായിരുന്നു കേട്ടോ, കണ്ടിന്യൂ വീട്. അങ്ങനെ പിന്നെ വീട്ടിലേക്ക് എത്തിയിട്ട് ഉള്ള പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചു. അതായത് നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് ജസ്റ്റ് എണ്ണയൊക്കെ മാത്രം ഇട്ട് കൊടുത്താൽ മതി, അങ്ങനെ ഒരു ഇത് വാങ്ങിക്കാൻ കിട്ടില്ലേ. അത് ഷോപ്പിൽ പോയപ്പോൾ അവിടെ ഫ്രീസറിൽ കണ്ടപ്പോൾ അങ്ങനെ എടുത്തു കൊണ്ടുവന്നതാണ് കേട്ടോ. പണ്ടൊക്കെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് എൻ്റെ ദേശീയ ഭക്ഷണമായിരുന്നു ഫ്രഞ്ച് ഫ്രൈസ് എന്ന് പറയുമ്പോൾ. എപ്പോഴും ഉരുളങ്കിഴങ്ങ് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ എത്തുമ്പോൾ മാത്രമേ കാണുള്ളൂ, പിന്നെ അത് കാണാണ്ടാവില്ല കേട്ടോ. അപ്പത്തിന് തൊലി കഴിഞ്ഞ് ചെത്തി ഇങ്ങനെ കൊല്ലയെ അരിഞ്ഞിട്ട് കുറച്ച് അരിപ്പൊടി സ്പ്രെഡ് ചെയ്തിട്ട് അപ്പത്തിന് പൊരിച്ചിട്ട് ടൊമാറ്റോ സോസിൽ മുക്കി കഴിക്കണ ഒരു സ്വഭാവം ഉണ്ടായിനി. അത് പിന്നെ കല്യാണം കഴിഞ്ഞപ്പോൾ ആ ഒരു സ്വഭാവമൊക്കെ അങ്ങനെ പോയിട്ടുണ്ടായിന് കേട്ടോ. അത് ഏതെങ്കിലും നല്ലൊരു കാര്യമായി. ഇതിങ്ങനെ ഡെയിലി കഴിക്കണതും ഒന്നും നമ്മുടെ ബോഡിക്ക് അത്ര നല്ല ഒന്നല്ല. അങ്ങനെ അതൊക്കെ സോസ് കൂട്ടി കഴിച്ചിട്ട് പിന്നെ ഞാൻ കുളിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ. ഇന്നത്തെ കുളി നേരത്തെ കാലത്തേണ്, നല്ല ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ടായിട്ട് രാത്രി. അങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ വന്ന് കുറച്ച് നേരം ഇങ്ങനെ വെറുതെ കിടന്നിട്ട് ഫോണ് കളി അതന്നെ മെയിനായിട്ട്. ഇങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ വെറുതെ ഇതൊക്കെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നേരം പോയി. പിന്നെ ഏകദേശം ഒരു 9:50 ആയപ്പോൾ ഞാൻ പിന്നെ ഡ്രസ്സിങ്ങെല്ലാം ജസ്റ്റ് ഒന്ന് ചെയ്തിട്ട് ഞാൻ ഇക്കാനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഇക്കാൻ്റെ വർക്ക് ഒരു 10 മണിയെല്ലാം ആകുമ്പോൾ കഴിയും. അങ്ങനെ ഇക്കാനെ പിക്ക് ചെയ്തിട്ട് പിന്നെ നേരെ ഇക്കാൻ്റെ വീട്ടിൽ എത്തിയിട്ടുള്ള വീഡിയോ ആണ്. അവിടുന്ന് അധികം ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല, കാരണം അവിടെ ലൈറ്റും കാര്യങ്ങളൊന്നും അത്രയ്ക്ക് ഓക്കെ അല്ല. അപ്പോൾ ഇന്ന് രാത്രിയുള്ള ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാംഗോ, അതുപോലെ തന്നെ അനാറ്. ഇക്കക്ക് ബ്ലഡ് കുറച്ച് കമ്മി ആയതുകൊണ്ട് അനാറ്, പിന്നെ കുറച്ച് മസാല കടലൊക്കെ കഴിച്ചിട്ട് അങ്ങനെ കിടന്നുറങ്ങാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഈ സെയിം റൂട്ടീനായിട്ടാണ് കേട്ടോ എൻ്റെ ഒരു ഡേ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സെയിം കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇന്നും നടക്കുന്നത്. അപ്പോൾ എന്തായാലും കമൻറ്റ് ഇടാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഇഷ്ടമായിക്കുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണം. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.